ഹലോ ഗെയ്സ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വീട്ടിലും കമ്പനിയിലും ഒക്കെ മൊത്തം പ്രശ്നമായി കഴിയുമ്പോൾ അഭി നവിയെ സോപ്പിടാനായിട്ട് വന്നിട്ടുണ്ട്. നവിക്ക് ഫ്രൂട്ട്സൊക്കെ വായി വെച്ച് കൊടുക്കുകയും തല വയറെ വെച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ചോദിക്കും, എങ്ങനെയാ കുഞ്ഞ് വഴക്കുണ്ടോയെന്ന്. നിൻ്റെ മോനല്ലേ, ചവിട്ടും കുത്തും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് നവിയ. അന്നേരം ഒരു ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്ന കനക ഇവർ സംസാരിക്കുന്നതൊക്കെ കാണുന്നൊക്കെ ഉണ്ട്, കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അഭി പറയും, എന്തായാലും നിനക്ക് ഇപ്പം നല്ല കെയറിങ് ഒക്കെ വേണ്ട സമയമാണ്, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ നീ സന്തോഷവതിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ഇന്നിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹമല്ലേ ഏറ്റവും വലുത്. ഇവിടെ ആണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അവിടെ ആയിരുന്ന സമയത്ത് നിൻ്റെ അമ്മയും അനാമികയുടെ അമ്മായിമ്മയും അങ്ങനെ എല്ലാവരും എന്നെ സ്നേഹിക്കാത്തവരും ചുറ്റും ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നീയും ഇടയ്ക്കൊക്കെ വരുന്നുണ്ടല്ലോ, അത് തന്നെ എൻ്റെ വലിയൊരു ആശ്വാസമാണ്, എനിക്ക് സന്തോഷമാണെന്നൊക്കെ നവിയും പറയും. എൻ്റെ മോളെ നിന്നെയാണ് എനിക്കിപ്പോൾ എപ്പോഴും കാണണമെന്ന് അങ്ങ് തോന്നും, അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് നിന്നെ എന്നൊക്കെയാണ് അഭി അങ്ങ് അഭിനയിച്ച് തകർക്കുന്നത്. അന്നേരം നവി അങ്ങ് സന്തോഷത്തോടു കൂടി അഭിയെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം കനക ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിട്ട് ഗോവിന്ദനോട് വന്ന് പറയുന്നുണ്ട്, ഈ ജ്യൂസ് ഗോവിന്ദേട്ടൻ കുടിച്ചു എന്ന് ചോദിക്കും. നീ ഇത് നവിയക്കും അഭിക്കൊക്കെ കൊണ്ടുപോയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ്. ഇനിയിപ്പോൾ അവളുടെ വയറിലിങ്ങനെ തല വെച്ച് ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കനക. എന്ന് പറയാം, അതിനൊക്കെ എന്താ കുഴപ്പം, ഞാൻ നിന്നെ ഇതുപോലൊക്കെ ചെയ്യത്തില്ലായിരുന്നോ, നിൻ്റെ 3 മക്കളെയും വയറ്റിലായിരുന്ന സമയത്ത് ഞാനങ്ങനെ ചെയ്യാറില്ലായിരുന്നു, ഇളയ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാനങ്ങനെ ചെയ്തപ്പോഴത്തേന് നവിയെ നയനെയൊക്കെ കണ്ടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കനകയ്ക്ക് അങ്ങ് നാണം വരുന്നുണ്ട്. ഗോവിന്ദേട്ടാ എനിക്കങ്ങ് നാണം വരുന്നു എന്നൊക്കെ പറയാം. എന്താ ഇത്ര നാണിക്കാണ്ടിരിക്കുന്നത്, ഇതൊക്കെ എല്ലായിടത്തും സാർവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനും അങ്ങ് സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയന സങ്കടപ്പെട്ട് കരഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ വന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുകയല്ലേ, ഒരുപാട് സങ്കടം കൂടത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അമ്മ, ഞാൻ ആ മുറിയിലിരുന്നാലേ എനിക്ക് സങ്കടം കൂടുന്നത്, കാരണം ആദർശേട്ടൻ എന്നോട് മിണ്ടാറ് പോലുമില്ല, ഒരുമിച്ച് മിണ്ടാതൊക്കെ ഒരു മുറിയിൽ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര വീർപ്പുമുട്ടലല്ലേ. നേരത്തെയാണ് എനിക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നു, കാരണം ഞാനും ആദർശേട്ടനും അത്ര സ്നേഹത്തിലൊന്നും അല്ലായിരുന്നല്ലോ, ആദർശേട്ടൻ എന്നോട് വെറുപ്പുമായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റത്തില്ല, കാരണം സ്നേഹമുള്ള ഒരാൾ നമ്മളോട് വെറുപ്പ് കാണിക്കുകയും അകൽച്ച കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ലമ്മേ എന്നൊക്കെ പറയും. അതുകൊണ്ട് മോൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കും. ഇത് ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെ പറയും. അപ്പോൾ ആദർശിൻ്റെ അമ്മ പെട്ടെന്ന് ഉടനെ നയനയുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. മോളെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, ഞാൻ അവനോട് മാക്സിമം ചോദിക്കാം എങ്ങനെയാണെന്ന് എന്താണെന്നൊക്കെ, മോളിങ്ങനെ സങ്കടപ്പെടാതെ എന്നൊക്കെ പറയും. മോള് പോയി കിടക്കാനൊക്കെ പറയുന്നുണ്ട്. എനിക്കിതൊന്നും പറ്റത്തില്ലമ്മ, ഇനി എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ആകെ അനിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ആകെ സങ്കടമൊക്കെ ഉണ്ട്. അന്നേരത്തേന് ഉടനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള അടുപ്പം പ്രാക്ടിക്കലാകുകയില്ലെന്ന് എനിക്കറിയാം, നമ്മൾ ഉടനെ ഒന്നും ഒന്നിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നതിൽ എന്താണ് കുഴപ്പം, എൻ്റെ ജീവിതത്തിൽ നിന്ന് താമസിയാതെ അനാമിക അങ്ങ് പോവും, അത് കഴിയുമ്പോഴത്തേന് ഞാൻ സ്നേഹിച്ച പെണ്ണ് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റെന്നൊക്കെ അനി ഇങ്ങനെ ചോദിച്ച കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് നന്ദു. ആ സമയത്ത് തന്നെ അനിയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, വോയിസ് മെസ്സേജ്. അന്നേരം അത് കേൾക്കുവാണ് നന്ദു. കാരണം പറയും, നീ എന്താ നന്ദു ഇങ്ങനെ ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്ന, ഒരു മെസ്സേജെങ്കിലും അയക്കും, ഞാൻ വിളിച്ചാൽ കോൾ എടുക്കാത്ത എന്താ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള മെസ്സേജാണ്. അത് വായിച്ച് കഴിയുമ്പോഴത്തേന് ശരിക്കും നന്ദുവിനും അങ്ങ് സങ്കടം വരുന്നുണ്ടെന്നാൽ തിരിച്ച് റിപ്ലൈ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഓർക്കുന്നുണ്ട് നയന പറഞ്ഞത്, ഉടനെ എല്ലാവരും നിന്നെ പറഞ്ഞതുപോലെ തന്നെ നീ അനുസരിച്ച് അനന്തപുരിയിലൊരു പ്രശ്നത്തിന് നീയായിട്ടൊരു കാരണമാകരുത്, അനിയിൽ നിന്ന് അകന്നേക്കണം, നീ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നു പോയിക്കോളും, അതുകൊണ്ട് നീ അവനെ ആയിട്ടൊരു കോണ്ടാക്റ്റും പാടില്ല എന്നൊക്കെ നയന പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ പെട്ടെന്ന് അയക്കാൻ വെച്ചിരുന്ന മെസ്സേജ് കളഞ്ഞിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നന്ദു അടുത്തേക്ക് അങ്ങ് വെക്കുന്നുണ്ട്. അന്നേരം ഒക്കെ അനി മെസ്സേജിന് റിപ്ലൈ നോക്കിയിരിക്കുകയാണ്. അന്നേരം ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് വായിച്ചതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. എന്താ ഇവർക്ക് ഇങ്ങനെ പറ്റി, എന്നെ ഇങ്ങനെ എന്തിനാ വിഷമിപ്പിക്കുന്നതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനി. രാത്രിയാകുമ്പോഴാണ് അഭി പോകാനായിട്ട് ഒരുങ്ങുന്നത്. അന്നേരം ബാത്റൂമിൽ കയറിയിട്ട് ആ ബാത്റൂം എല്ലാം കഴുകി ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. അന്നേരം നവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ബാത്റൂമൊക്കെ കഴിയുന്നത്, അതിനകത്തൊക്കെ ഒരു വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു, നീ സൂക്ഷിക്കണം, അതിനകത്ത് കയറുമ്പോൾ എങ്ങാനും തെന്നി വീഴുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനും കരയും നീയും കരയേണ്ട ഗതികേട് വരും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കേട്ടോ നടക്കാനൊക്കെ പറയും. നീ ഇന്നിവിടെ പോകണോ, ഇന്ന് ഇവിടെ
കിടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ. എന്നാൽ പറയും 7-ാം മാസത്തിൽ ചടങ്ങിന് കൊണ്ട് വിട്ടതല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വന്ന് തങ്ങുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ. അതിലെന്താ ഇത്ര കുഴപ്പം? എൻ്റെ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല, നിനക്ക് നിൻ്റെ അമ്മയെ പേടിയായോണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ. എനിക്കങ്ങനെ അമ്മയെ പേടിയൊന്നുമില്ല, ഞാൻ ഇനി ഒരു അച്ഛനാകാൻ പോവല്ലേ, അതുകൊണ്ട് എനിക്കറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന്, അതുകൊണ്ട് നീ ഇനിയിപ്പം ഒരു വിധത്തിലും വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അന്നേരം നവിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പം അത് കാണുമ്പോഴത്തേന് ഗോവിന്ദന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം അടുത്ത് വരുമ്പോൾ ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛാ ആ ബാത്റൂമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിടാൻ അമ്മയോട് പറയണം കേട്ടോ, അതിനകത്തൊരു വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒന്ന് കഴുകിയിട്ടെന്നൊക്കെ പറയും. അയ്യോ മോൻ എന്തിനാണ് കഴുകിയിടാൻ പോയേ, ഇന്ന് രാവിലെയും കൂടെ കനക കഴുകിയതാണല്ലോ എന്നൊക്കെ പറയും. എന്തായാലും സൈഡൊക്കെ ചെറിയൊരു വഴുക്കലൊക്കെ ഉണ്ട്, ഇനി അതുകൊണ്ട് ഇവളോടാണേലും ചെയ്താൽ മതിയെന്ന് പറ, കാരണം ഇവൾ ഇനിയും കുനിയും പൊങ്ങുമൊക്കെ ചെയ്യട്ടെ, പ്രസവമൊക്കെ അടുത്ത് വരുമല്ലേ എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗോവിന്ദന്. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് അഭി. അന്നേരം യാത്രയാക്കാനായിട്ട് നവിയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജയൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് രാവിലെ ഹാളിലേക്ക് വരുമ്പോഴത്തേന് ദേവയാനി ഇറങ്ങി വരുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയാണ് ഇറങ്ങി വരുന്നത്. നീ ഇന്നും അമ്പലത്തിൽ പോവുകയാണോ എന്ന് ഉടനെ ജയൻ ചോദിക്കുന്നുണ്ട്. ഞാനിന്ന് അമ്പലത്തിലൊന്നും പോകുന്നില്ല, രാവിലെ എഴുന്നേറ്റ് ഉറക്കമൊന്നും വരാൻ കാരണം എഴുന്നേറ്റതാ, അന്നേരത്തേന് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിലൊക്കെ കയറി ഇനിയിപ്പം പണിയങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്നാന്ന് പറയും. ഇന്നിപ്പോൾ നീ മരുമോളെ അടുക്കള കയറ്റില്ല എന്നങ്ങ് തീരുമാനിച്ചോന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണിയൊക്കെ അല്ലേ ഉള്ളൂ, പിന്നെ ജലജയും ജാനകിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരാരും കയറണ്ട എന്ന് ഞാൻ പറഞ്ഞെന്ന് പറയും. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, താൻ ഇന്നലെ എന്നാ ദുസ്വപ്നം വല്ലതും കണ്ടായിരുന്നോ, കിടന്ന് പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ എന്താ പറഞ്ഞെന്ന് ഉടനെ ദേവയാനി ചോദിക്കണേ പറയും, എൻ്റെ മരുമോളുടെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി ഒന്ന് വിരലെന്നൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അനാമിക മോളുടെ കാര്യം ഓർത്തായിരിക്കും, അല്ലാതെ എൻ്റെ മരുമോളെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട് ദേവയാനി. അത് കാണുമ്പോഴത്തേന് ജയൻ അങ്ങ് ഇരുന്ന് ചിരിക്കും. ദേവയാനി നയനെ കോലം വരയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം നയനെ അവിടെ കാണത്തില്ല. എന്ത് മോൾ എഴുന്നേറ്റില്ലേ, സാധാരണ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ മോള് കോലം വരയ്ക്കുന്നതാണല്ലോ കാണുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുക, എന്താ ദേവയാനി നീ നോക്കുന്നത്? അല്ല, ഞാൻ സാധാരണ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും ഒരുത്തി ഇവിടെ ഇരുന്ന് കോലം വരയ്ക്കുന്ന കാണാമല്ലോ, ഇന്നെന്താ അവൾ എഴുന്നേറ്റില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഞാനെങ്ങനെ അറിയാനാ, എന്നും നയനമോള് തന്നെ കോലം വരയ്ക്കണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം, നിനക്ക് വേണേലും വരയ്ക്കാമല്ലോ എന്ന് ചോദിക്കും. ഞാനൊരു വലിയ ഡിസൈനർ ഉള്ളതൊന്നും അല്ലല്ലോ എന്ന് പറയും. ഡിസൈനർ ആകണമെന്നൊന്നുമില്ല, ആർക്കും വേണേൽ കോലം വരയ്ക്കാം, ഞാൻ അങ്ങനെ വരയ്ക്കാറൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അതാരാ പറഞ്ഞേ, ഇവിടെ എല്ലാവരും കോലം വരച്ചിട്ടുണ്ട്, കോലത്തിൻ്റെ ഭംഗിയൊന്നും അല്ല കാര്യം, അതൊന്ന് വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളെന്ന് പറയും. എന്തായാലും അവളല്ലേ എന്നും വരയ്ക്കുന്നേ, അന്നേരം പിന്നെ അവൾ തന്നെ വരച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. ഉടനെ മുത്തശ്ശി ചോദിക്കും, നിൻ്റെ മകനും മരുമോളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, നീ എന്താ ഒന്നും തീർക്കാൻ പോകുന്നില്ലെന്ന് ചോദിക്കും. ഞാനെന്തിനാ അതൊക്കെ തീർക്കുന്നേ, അതൊക്കെ തീർക്കുന്നത് നിങ്ങളല്ലായിരുന്നോ, നിങ്ങൾ അങ്ങ് തീർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് അങ്ങ് പോകും. അന്നേരത്തേന് ദേവയാനിയുടെ മനസ്സറിയാവുന്ന മുത്തശ്ശി എന്നെ ദേവയാനിയെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്ന കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.